നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിലെ പുതിയ വീഡിയോ ലക്ഷം. ഇന്നത്തെ വീഡിയോ ഡൈമണ്ട് ലൈഫാണ്. ഇന്നത്തെ ഡൈമണ്ട് ലൈഫിൽ ഒരുപാട് കാര്യം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഡൈമണ്ട് ലൈഫിൽ നമുക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുക്കിപ്പെടുക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലോഗാണ് ഇന്നത്തെ ദിവസം ഞാൻ ലേറ്റായി പോയി. ശ്രുതി നേരത്തെ എനിക്ക് പാലെടുക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും ഒരുപാട് ലേറ്റായി പോയി. രാത്രി ഇന്നലെ ഉറങ്ങിയത് ഒരുപാട് ലേറ്റായി പോയിട്ട് 12 ഒരു മണി കഴിഞ്ഞ് ഇന്നലെ ഉറങ്ങിയപ്പോഴേക്കും. അപ്പോൾ അതാണ് ലേറ്റായി പോയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡൈമണ്ട് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഫുള്ളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡൈമണ്ട് ലൈഫ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും കിടക്കാം. ഇന്ന് വേണം ഇനി പെട്ടെന്ന് പാലെടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ലേറ്റായി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഓൾറെഡി ലേറ്റായിട്ട് ഇനി ശരിയാവില്ല. അപ്പോൾ ഞാൻ പോട്ടെ. ശ്രുതി ഓൾറെഡി എടുത്ത് പകുതിയായി. തേങ്ങ അവിടെ പോയി എടുത്തെടുത്ത് അളമ്പരം പോയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ അളമ്പരം എത്തിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയി ഞാൻ പോയി വീട് സാധനം എടുക്കട്ടെ. ഞാനും പാലെടുക്കട്ടെ. ഇതിൽ മൊത്തം പണിയായി പോവും. ശ്രുതിക്ക് ഓൾറെഡി ഒരുപാട് ലേറ്റായി പാവും. ഞാൻ ബാക്കി മോളിൽ പോട്ടെ. ഇത് മോളിൽ പോയിട്ട് എടുക്കാനുള്ള ബാക്കിയുള്ള പാലിലേക്ക് എന്നിട്ട് മുകളിലേക്ക് നിറച്ചായിരുന്നു. ഞാൻ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഞാൻ മോളിൽ കൊണ്ടുപോട്ടെ. മുകളിൽ എടുത്ത് തുടങ്ങണം. പോയിട്ട് വേണം മോളിൽ തുറക്കാൻ. വഴിയൊക്കെ ഇതിൽ കൂടെയാണ് നോക്കാം. ഇത് പണിയാണ്. കല്ലടിച്ച് പണി ഞാൻ എടുത്തോണ്ട്. അപ്പോൾ കഴിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത മലയുടെ ഫുള്ളും തീർത്തിട്ട് അടുത്ത മലയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രുതി ഓൾറെഡി പകുതി തീർത്തു. കുറച്ചുകൂടെ എടുക്കാനുള്ളൂ. ഇത് അടുത്തെടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കി ഞാൻ താഴത്തൊരു കെട്ട് തീർത്താൽ വന്നത്. ഇനിയിപ്പോൾ ഇപ്പുറം ഷീൽഡില്ലാത്ത വെക്കണം. അത് എൻ്റെ പണിയാണ്. ഞാൻ പോയി ചെയ്യട്ടെ. ഇത് തീർത്തോളം ഇവിടെ ഇപ്പോഴും നടു വേനിച്ചു തുടങ്ങി. വെട്ടിപ്പൊളിയുന്നുണ്ട്. കൊണ്ട് കാര്യമില്ല. എന്തായാലും ഇവിടെ പോയി തീർക്കാം. വലിയൊരു പണി പാടിയ അവസ്ഥയിൽ മാറും. നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോകാം. ശ്രുതി കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും മോളിക്കൂടെ താഴത്തേക്ക് എടുത്തിട്ട് ഈ സൈഡ് എടുക്കാണ്ട് ലെഫ്റ്റ് സൈഡ് എടുത്ത ഭാഗം ഇത് തീർത്ത് പോയിട്ട് നമുക്ക് വീട്ടിൽ വരാൻ നല്ല പണിയുണ്ട്. നമ്മുടെ പുതിയ അലമാരി കട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ സാധനം ഒതുക്കിയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ നമ്മൾ അടുക്കള വെച്ചിരിക്കണം. അപ്പോൾ അത് ഒതുക്കി വരണം. ഇതേ പണി പാടിയ അവസ്ഥയിൽ പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പണി തീർത്താൽ അത്ര ആയതെന്ന് വെച്ചിട്ടാണ്. ശ്രുതി അതിനോട് രാവിലെ 6 മണിക്ക് ഇറങ്ങിയാണ്. എനിക്കിറങ്ങാൻ പറ്റില്ല. ശ്രുതി പാവം എന്നെ കുറേ വിളിച്ചു. പക്ഷേ ഞാൻ എണീറ്റില്ല. ഞാൻ ഇന്നലെ ഓൾറെഡി ലേറ്റായിട്ടാണ് ഗുളിക കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിക്കും പിടിച്ചേണ്ട സമയമായിരുന്നു. അതേ പണി പാടിയാണ്. പെട്ടെന്ന് വലിയ സമയമൊന്നും സുഖം വെച്ച് ഇത് കൊണ്ടുപോകേണ്ട ചേട്ടൻ വരും. അപ്പോൾ കഴിച്ച് നമ്മൾ പാലെടുപ്പ് കഴിഞ്ഞു. സമാധാനമായി. പണി തന്നു. സമയം എനിക്ക് തോന്നുന്നു 10 മണി കഴിഞ്ഞു. ഇത്ര നേരത്തെ പണി തന്നെ ആദ്യമായിട്ടാണ്. വെളുപ്പം നേരത്തെ ഇറങ്ങേണ്ടി വരില്ല. ശ്രുതി 6 മണിക്ക് ഇറങ്ങേണ്ടി വരില്ലാണ് പണി കഴിഞ്ഞത്. ഇനി നമുക്ക് പെട്ടെന്ന് കൈകാര്യം കഴിഞ്ഞ് വൃത്തിയായിട്ട് പോകണം. കൈയൊക്കെ ഫുള്ള് റബ്ബറാണ്. ഇതൊക്കെ വൃത്തിയാക്കി വെക്കണം. വൃത്തിയാക്കി വെച്ച് പോകാനായിട്ട്. അതേ പണി പാടി പോസ്റ്റേ മാറും. അപ്പോൾ ഗൈസ് നമ്മളത് പോയി മോട്ടർ അടിക്കട്ടെ. വെള്ളം തീർന്നു പോയി. ഞാൻ എന്തായാലും ഫ്രഷായിട്ടുണ്ട്. വൃത്തിക്കും എല്ലാം വെച്ച് മോൻ കഴിച്ച് ഫ്രഷായി. ശ്രുതിയും കൂടി ഫ്രഷാവുന്നുണ്ട്. ശ്രുതി ഇപ്പോഴവിടെ കഥ പറഞ്ഞിപ്പാണ്. നമ്മുടെ റബ്ബർ ചേട്ടൻ്റെ അടുത്ത് റബ്ബർ ഓട്ടം ചേട്ടൻ്റെ അടുത്തും വൈഫിൻ്റെ എടുത്തിട്ട് കഥയും പറഞ്ഞിരിപ്പാണ്. കുഴപ്പമില്ല. ശ്രുതി പതുക്കെ വരട്ടെ. ഞാൻ മോട്ടർ അടിച്ച് മൂത്രം വെച്ചിട്ട് പോകണം. ഞാൻ അവിടെ നിന്ന് മാറാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുമായിരുന്നു. മോട്ടർ അടിക്കേണ്ടതിൽ ഞാൻ വന്നു. മോട്ടർ അടിച്ചിട്ട് മൂത്രം വെച്ചിട്ട് വേണം പോകാനായിട്ട്. മൂത്രയും മുട്ടി നിൽക്കുന്നത്. അപ്പോൾ റബ്ബർ വെട്ടുന്ന ചേട്ടൻ്റെ വൈഫും കൊണ്ട്. അപ്പോൾ അവരുടെ വേണ്ടി വെച്ച് അവിടെ വെച്ച് മൂത്രയും ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മൂത്രം വെച്ചിട്ട് പതുക്കെ പോയാൽ മതിയല്ല. പിന്നെ അറ്റമ്പലം ഉള്ളിൽ ഇനിയും പോകേണ്ട. ക്യാമറയിൽ കാണുന്നത് ദൂരത്തേക്കാണ്. ഇനിയും ദൂരം മുകളിലേക്ക് പോകേണ്ടത്. അങ്ങ് അറ്റത്താണ് നമ്മൾ തുടങ്ങിയത്. ഇവിടെ ഫുള്ള് തീർത്ത് ഇവിടെ നിന്ന് കുഴിയായാലും അങ്ങോട്ട് താഴെ അങ്ങ് അറ്റം നിങ്ങൾ ഈ കാണുന്നുണ്ടോ? അങ്ങറ്റത്തെ കുഴി ഇനിയും കുറത്തോളം താഴത്ത് പോകണ്ട്. ക്യാമറ എത്തൂലാത്ത ദൂരത്തേക്ക്. നമ്മുടെ സാധാരണ മൊബൈലല്ലേ. അത് അത്രയും ദൂരത്ത് നമ്മൾ റോഡ്പാതൊക്കെ എടുത്തു കഴിഞ്ഞു. സമാധാനമായി. നടുവൊക്കെ വൃത്തമാകാൻ പോയിട്ട് ഇനി വീട്ടിനകത്ത് പോയിട്ട് വീട്ടിൽ കുറേ പണികളുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ഇന്നലെ ഗിഫ്റ്റ് വന്ന സാധനങ്ങളൊക്കെ കഴിച്ച് സെറ്റാക്കി എല്ലാം അടുക്കി പെറുക്കി റെഡിയാക്കി നമ്മൾ റൂമിൽ സെറ്റാക്കി വെക്കണം. അപ്പോൾ കുറേ പരിപാടി നമുക്ക് വീട്ടിൽ പിടിച്ച് അതൊക്കെ. ഇത് ഈ സാധനം കൊണ്ട് മഴ മുകളിൽ അങ്ങ് അറ്റം വരെ എത്തിച്ച് പോകണം. ഇന്ന് ഏറ്റവും വലിയ ടാസ്ക് ഈ വലിയ കന്നാസത്തിൽ പോകാനാണ്. സാധാരണ നമ്മൾ ചെറിയ കന്നാസെടുക്കാറ്. ഇന്ന് വലിയ കന്നാസാണ്. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോകണം ഗൈസ്. വീണ്ടും പോണത് കുപ്പിയുള്ളെടുക്കാണ്ട് തേങ്ങ ചേച്ചി കൊടുക്കണം. ചേച്ചിക്ക് തേങ്ങയാണെന്നുണ്ടായിരുന്നു. നമുക്ക് 10:30 നീ പോക്കും. അപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് ഗൈസ് ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് കുപ്പിയൊക്കെ എടുത്ത് വേണം. മീൻ വരുമ്പോൾ മീൻ വാങ്ങണം. നമുക്ക് വളരെ മോളിലേക്ക് വീണ്ടും പോകണം. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കോളൂ. ശ്രുതി പാത്രം എടുത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കണം. പിന്നെ കുപ്പി കൊണ്ട് എടുക്കണം. അതിനാണ് ശ്രുതി എന്നെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നത്. എന്നാലും അടുത്ത മോനെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ചെയ്യട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ എടുക്കാൻ വേണ്ടി ക്യാനിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു. വലിയ ഡ്രം
വലിയ ഡ്രമ്മിൽ മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വലിയ ഡ്രം നിറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചെറിയ ബക്കറ്റും, ചെറിയ ബക്കറ്റല്ല സാധാരണ ബക്കറ്റും, പിന്നെ നമുക്ക് ക്യാനിലും വെള്ളം എടുക്കാണ്ട്. ക്യാനിപ്പോൾ നമ്മൾ മറ്റേ ഇവർ വന്നിരിക്കുകയാണ്, തൊഴിലുറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പണി വെള്ളം കുടിക്കൊണ്ടിട്ട് അപ്പോൾ വെള്ളം അവർ കുടിക്കട്ടെ. അതിന് കാലിയെ കിട്ടുമ്പോൾ അതിൽ വെള്ളം എടുക്കും വീണ്ടും. അപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടിയാണ് മീൻ മേടിക്കാം. ഭയങ്കര വരെ പറ്റിച്ച് ഇന്നലെ എന്നെ വിളിച്ചില്ല കേട്ടോ. ഞാനെന്ന് പറഞ്ഞ് വേറെ ആരെയാണ് വിളിച്ചത് എൻ്റെ. അപ്പോൾ കഴിച്ച് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു. ഇഷ്ടംപോലെ മീനൊക്കെ ചേച്ചി പോകും. മീമാമൻ മീനൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാമനാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇന്ന് വാങ്ങിച്ച മീൻ. സംഭവം മത്തിയും നെത്തോലിയും 100 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൽ കൂടെ ഇറങ്ങിയത്, ശ്രുതി ആ വഴി ഇറങ്ങി തൊഴിലുറപ്പ് പണി ചെയ്യുന്ന വഴി കൂടെ ഇറങ്ങി. എനിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം കുത്തനെ കൂടെ വഴിയുണ്ട്. ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ തെന്നിക്കഴിഞ്ഞാൽ പണി പാടും. വല്ല കയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിടുത്തമുണ്ട് എന്നറിയാം. കയറൊന്നും കിട്ടാത്തതിന് പിടുത്തമില്ല. അപ്പോൾ നമുക്ക് അത് കൂടെ ഇറങ്ങാൻ പറ്റാത്ത വഴിയാണ്. അവിടെ ഞാൻ ഇതിൽ കൂടെ ഇറങ്ങി വന്ന് ഇതാകുമ്പോൾ നടന്നിട്ടുള്ള വീതി കൊണ്ട് കുഴപ്പമില്ല. ആ കാലൊക്കെ അകത്തേച്ച് നടക്കാം. അപ്പോൾ ഒരു പിടുത്തം ഗ്രിപ്പ് കാലിനൊന്നും കിട്ടുമല്ലോ, ഇവിടെ പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചരലിൽ ചവിട്ടി കാല് പൂർത്തിയായി വരുന്നത്. അപ്പോൾ ശ്രുതി പോലൊരു താഴെ വീട്ടിലെത്തി കാണും. അവിടെ ആ വഴിക്ക് നടന്നെത്തിയിട്ടുണ്ടാവും. ഞാൻ ചുറ്റി വരുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ എത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വഴി കൂടെ നടക്കാൻ പറ്റില്ല. ഈ വഴി കൂടെയാണ് പാവം ഇന്നലെ ആ ചേട്ടന്മാർ നമ്മുടെ കട്ടിലുമാരെ കൊണ്ടുവച്ച് കയറ്റിയത്. ഇതിൽ കൂടെയാണ് അവരൊരുപാട് ഹെൽപ്പ് ചെയ്താൽ കൊണ്ടെത്തിച്ചത്. അതിന് വലിയ ഹെൽപ്പുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വഴി കൂടെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് പിടിച്ച സമയത്താണ് അവർ ഇതിൽ കൂടെയൊക്കെ ബുദ്ധിമുട്ട് ചേർത്തിയത്. എന്തായാലും കൊള്ളാം. നമുക്കിപ്പോൾ സാധനം കിട്ടുക അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. അടിപൊളി കട്ടിലും അലമാരിയും കാലിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നും ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ ശ്രുതി അതൊക്കെ അതുമായി കയറ്റാൻ പ്ലാനാണ്. സാധനമൊക്കെ വൃത്തിക്ക് പൂട്ടിയൊക്കെ പറ്റുകയാണെങ്കിൽ ശ്രുതി അവിടെ നമ്മുടെ സുമ ചേച്ചിയുടെ കഥയും പറഞ്ഞ് നിൽപ്പാണ്. അപ്പോൾ ശ്രുതി അതൊക്കെ വരട്ടെ. ഞാൻ എന്തായാലും വീട്ടിലേക്ക് ഇറങ്ങും. ഞാൻ ശ്രുതി വീട്ടിലെത്തി കാണും. ശ്രുതി ആ ചേച്ചി കൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അതേ ശ്രുതി വീട്ടിലെത്ര സമയം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവാം. തേങ്ങ വരട്ടെ. ഞാൻ കുറച്ച് വിളിക്കട്ടെ. കൈസ് നടുവൊക്കെ നിർത്തട്ടെ. നമ്മുടെ കട്ടിൽ പുതിയ മെത്തയൊക്കെ ഉള്ളതിൻ്റെ നടുവൊക്കെ നിർത്തി കിടക്കാം. കണ്ടോ കേസ്. ഇപ്പോൾ നമ്മുടെ റൂമൊക്കെ ചോദിക്കുന്ന സ്ഥലമുള്ള പോലെയായി. ഇപ്പോൾ നമ്മുടെ റൂമൊക്കെ സ്പേസ് ഉള്ള പോലെ ആയിട്ടുണ്ട്. അലമാര വന്നപ്പോൾ സാധനമൊക്കെ അലമാര കയറ്റാം. അപ്പോൾ റൂമിന് സ്പേസായി. അപ്പോൾ ഞാൻ തലനൊക്കെ മാറ്റാൻ വേണ്ടി പോകുന്നു. ശ്രുതി ഈ സാധനമൊക്കെ ഒതുക്കി അലമാര കയറ്റാൻ വേണ്ടി പോകുന്നു. ഡ്രസ്സൊക്കെ ചേട്ടെ. അത് നമ്മൾ പച്ചക്കറി സാധനങ്ങൾ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു മറ്റേ ഫുഡ് ഐറ്റംസ് സാധനം ഈ ട്രെയിലർ അടുക്കിയേക്കണത്. മല്ലിപ്പ് മറ്റേ നമ്മുടെ മാവ് സാധനമൊക്കെ. അപ്പോൾ ഉപ്പ് മാവ് അതൊക്കെ അതിനകത്താണ്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇവിടെ പച്ചക്കറി അടിക്കുന്നുണ്ട്. എരിവ് കൊണ്ടായിരിക്കാൻ വേണ്ടി സേഫായിട്ട് എല്ലാം വീട്ടിനകത്ത് എല്ലാം വേണ്ടിയാണ്. ഇപ്പോൾ ശ്രുതി തുണി എടുക്കട്ടെ. ഞാൻ അമ്മയ്ക്ക് തലനി കവറൊക്കെ ഈ തലനിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് പുറത്ത് ഡ്രസ്സൊക്കെ ഞാൻ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ അകത്തും വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നീ ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ. ഞാനോട് ചെറിയ നനവുണ്ട്. നമ്മൾ ഓൾറെഡി താഴത്തെ ഉണക്കാണ്ട സാധനമാണ്, പക്ഷേ കുറച്ചുകൂടി ഉണങ്ങാണ്ട് ആണ് കൊടുത്തേക്കണം. ശ്രുതി അവളുടെ മേക്കപ്പ് സാധനമൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പണി ഇവിടെ തീർക്കുക. അതുകൊണ്ട് ഫസ്റ്റ് കൊണ്ട് മേക്കപ്പ് സാധനം കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വരുള്ളൂ. തേങ്ങയുടെ പ്രശ്നമാണ്. പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എപ്പോൾ കഴിക്കാൻ കളഞ്ഞു. തേങ്ങ എപ്പോൾ ഭക്ഷണം കഴിക്കും? ഇന്ന് ഭക്ഷണമൊക്കെ താമസിക്കും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഗോപിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും. ശ്രുതി ഇപ്പോൾ രാവിലത്തെ ഫുഡാകുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. ഇന്നുണ്ടായിരുന്ന പഴഞ്ചോറും ചട്ടിയിൽ കറിക്ക് വെച്ച് കുഴച്ച് കഴിക്കുകയാണ്. എനിക്ക് കൂട്ടി തന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് തട്ടിക്കൂട്ടി ചെറിയ കുറച്ച് വിശപ്പാണ്. അതിൽ തേങ്ങ കുറച്ചൊരു ഉള്ളപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് ഭാഗം കഴിച്ച്. അപ്പോൾ വിശപ്പ് മാറില്ല കുറച്ചൊക്കെ. എന്നിട്ട് വെള്ളം കുടിച്ച് വരുന്ന വെച്ചിട്ട് പിന്നെ ഫുഡാകുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ അടുക്കള ഒതുങ്ങി ഗൈസ്. അടുക്കള ടേബിൾ മുകളിലാക്കി. അടുപ്പ് ടേബിളിന് മുകളിലാക്കി. ഗ്യാസ് അടുപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട്. വള്ളി അങ്ങനെ ചുറ്റി കൊടുത്തേക്കാണ്. എന്തായാലും അടിപൊളി. ഇനി നമുക്ക് ശ്രുതിക്ക് നിന്നിട്ട് കുക്കാം. കുത്തിരുന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മളെ ആഹത്തിന് നിർത്തി ഇവിടെ കൊണ്ട് വെച്ചിട്ട് തൽക്കാലത്ത് കുറച്ച് സാധനം ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിടക്കാള കട്ടിലാണ്. അവരുടെ കാര്യം അവിടെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ നമുക്ക് കിടക്കാള കട്ടിലാണ്. ഗസ്റ്റിന് നമ്മൾ പുതിയ റൂം നമ്മുടെ റൂം കൊടുത്തിട്ട് നമ്മളിവിടെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കട്ടില നശിപ്പിക്കാൻ പറ്റില്ല. അവരുടെ കാര്യം. ശ്രുതി അപ്പോൾ ഇവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒതുക്കി സെറ്റാക്കി എടുക്കുന്നത്. നമുക്ക് ഇത് സാധനമൊക്കെ ഒതുക്കി സെറ്റാക്കി ഏകദേശം മൊത്തത്തിൽ തേങ്ങ ഈ നമ്മളവിടെ കാണിച്ച് സെൽഫ് അടിക്കുന്നത് എങ്ങനെയുണ്ട് നോട്ടെ. നമ്മൾ ഷെൽഫൊക്കെ അടുക്കി സെറ്റാക്കി സാധനമൊക്കെ അടുക്കി കഴിഞ്ഞു. ഡ്രസ്സൊക്കെ സെറ്റാക്കി അടുക്കി കഴിഞ്ഞു. എല്ലാ സാധനം ഒരുപാട് ശ്രുതി അടുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് മാറിക്ക്. ഇത് അടുക്കി താഴത്തുള്ള എല്ലാം ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പണിയായി. പണി തീരാനായി ഇല്ലേ തേങ്ങ. ഇനി നമുക്ക് മുകളിൽ ബേസ് ബോർഡും കാളൊക്കെ അതിന് മുകളിൽ വെച്ച് നമുക്ക് ബേസ് ബോർഡൊക്കെ ആവശ്യമുണ്ട്. അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഏകദേശം എല്ലാ പണിയും തീർന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു.
അടുക്കള രണ്ടാം കൂടി തളർന്നു. ഇനി പാവിരിക്കേണ്ടോ കട്ടിലിൽ പറഞ്ഞില്ല. ബെഡ് നമ്മൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ കിടന്നു. ബെഡിൽ പാവിരിക്കണം. അപ്പോൾ അവർക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡിലേക്ക് ബെഡ് അങ്ങനെ കട്ടിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ പാവിരിക്കാതെ ബെഡ് വെച്ചത്. അപ്പോൾ പാവിരിച്ചിട്ട് ബെഡ് വെക്കാൻ വേണ്ടിയാണ് പ്ലാന്. അപ്പോൾ ആദ്യം പാവിരിക്കണം. അതിനുവേണ്ടി പാവർ കൊണ്ട് വെച്ചിട്ട് ശ്രുതി. ആ കവിന് എന്തോ കുഴപ്പം? ഓ എന്തെങ്കിലും കാണിക്ക്. ശ്രുതിക്ക് പുതിയ തലയാണെങ്കിൽ കവിനടിക്കാനുള്ള പ്ലാനിൽ പഴയ തലയെടുത്ത് പുതിയ തലയെടുത്ത് പഴയ കവിനിൽ കയറ്റി പോവുകയാണ്. ശരി സാർ ഓൾറെഡി ആക്കിക്കോട്ടെ. മറ്റത്തലാണെങ്കിൽ കവിൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് സ്പോഞ്ചാണ്. അതുകൊണ്ട് ആ കവി മാത്രം പോലെ ഒരു കവി കൂടി വേണം ശരിക്കും പറഞ്ഞാൽ. അല്ലേ ശ്രുതി? തലക്കവി കാശിട്ട് പറഞ്ഞാൽ വാങ്ങാം. അത് ശരിയാവില്ല. ബെഡിനും കവിയും വേണമെന്നുണ്ടല്ലേ? പക്ഷെ ബെഡിന് നമുക്ക് പുറപ്പിരിക്കാൻ നല്ലത്. നമ്മൾ എടുത്ത് കഴിയാൻ ഇടയ്ക്കിടയ്ക്ക്. കവിനാകുമ്പോൾ അഴിച്ചുകൊണ്ട് കഴിയാൻ ബുദ്ധിമുട്ടാണ്. കവിൻ്റെ ആവശ്യമില്ല. ബെഡിന്റെ കവർ കയറണോ? ബെഡിന്റെ കവർ കയറണ്ടേ? വേണ്ടേ? നമ്മളെ വീഡിയോയിൽ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞു നോട്ട്. സംഭവം കുറ്റമൊന്നുമല്ല. 30 അളന്ന് കിട്ടുന്നില്ല അടി. ഈ പറമ്പ് എടുക്കണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ട നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൽ 2-3 ആളുകൾക്ക് നമ്മളോട് ശത്രുത പോലെ നമുക്ക് ഫീലായി. കാരണം നമ്മളെ കാര്യത്തിൽ ഭയങ്കര ഇത് അല്ലേ? നമ്മളെ കൂടെ ആരുമില്ല. ഈ നാട്ടിൽ ഉള്ള ആരുമില്ല. ഇവരുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വർത്താനം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. വേറെ കാര്യം എല്ലാവരും എറിഞ്ഞ് ഓടിച്ചാണ്. അമ്മ വർത്താനം പറയേണ്ട വരത്തില്ലായിരുന്നു. പക്ഷെ അമ്മയില്ലാത്തതിന്റെ പേരിൽ ഇവരിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോയി. അതെ എന്തായാലും കുഴപ്പമില്ല. നമുക്കതൊക്കെ ചെയ്യാതെടുക്കാം. ഇനി ബെഡ് ഒതുക്കാം. ബെഡിലേക്ക് ടിഷ്യൂ കൊണ്ട് ടിഷ്യൂ ഒക്കെ എടുത്ത് മാറ്റണം. ഇത് സാധാരണ മെറ്റീരിയലല്ല, വ്യത്യാസമുള്ള മെറ്റീരിയലാണ്. നമ്മൾ ഇത്രയും നാട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണത്. തുരുമ്പെടുക്കൂല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. ഇത് എന്ത് മെറ്റീരിയൽ ആണെന്ന് കാണുന്നുണ്ടോ? തെർമോസിന് എഴുതിയിരിക്കണ കമ്പനിയുടെ പേരാണോ? മറ്റേ അനക്കാതെ പിടിക്കുന്നത്. ഞാൻ അനക്കൊന്നും കാണുന്നില്ല. ഞാൻ ഒന്ന് ചെയ്തോട്ടെ, ഫോക്കസ് ചെയ്തോട്ടെ. തെർമോസ് ആണ് മെറ്റീരിയൽ, കമ്പനിയുടെ പേര്. മെറ്റീരിയൽ എന്തോ മെറ്റീരിയലാണ്, പ്രത്യേക മെറ്റീരിയലാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ വലിയ സായിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാറില്ല. പളനിയുടെ ചന്ദനമാണ് ശ്രുതിപ്പെടുത്തി വെച്ചത്. ഇത്രയും നാടും ഇവിടെക്കാൻ പാലമാ അവിടെയൊക്കെ. ഇത് എൻ്റെ ബുക്സൊക്കെ എന്ത് വായിച്ചിരുന്ന ബുക്ക് ഞാൻ വായിച്ചത്. മറ്റേ 2-3 ബുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് എവിടെ വെച്ചിട്ടുണ്ട്? ആമാല്ല അതൊക്കെ എനിക്ക് എടുക്കണം. അത് തീർക്കണം. ഇപ്പോൾ വിരിച്ച് കഴിഞ്ഞ് ബെഡ് വിരിച്ച് സെറ്റാക്കിയിട്ട് ബെഡ് അകത്ത് വെച്ചേക്കണം. ആണ് അടുത്ത പരിപാടി. എന്നിട്ട് വേണം നമുക്ക് ഫുഡിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാൻ. അല്ലേ തേങ്ങ? പാത്രം കുക്ക് ചെയ്യാണ്ട് ചടങ്ങ് പരിപാടി ഇഷ്ടംപോലെ ഇനിയുണ്ട്. കട്ടപ്പണി ഇഷ്ടംപോലെ ഉണ്ട് ഇനി. അതാണ് അതിൻ്റെ വേറൊരു സത്യം. ഞാൻ പിടിച്ചോട്ടെ. ഒതുക്കൽ ഏകദേശം തീരാറായി. സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ബെഡ് ഒരിക്കലാണ് ഏറ്റവും വലിയ പണിയില്ല. തേങ്ങ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ 6 മണിക്ക് റബ്ബർ തൊട്ട് പണിക്ക് പോയിട്ട് വന്നിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കണേ. അത് ആർക്കും മറക്കരുത്. അതുകൊണ്ട് തേങ്ങ ഉറക്കം ശരിയായിട്ടില്ല. നടുവൊക്കെ ഒന്ന് വൃത്തി വന്ന് കുറച്ച് കിടക്കേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഇത്രയും പണിയുണ്ട്. ഈ പണി തീർക്കാതെ വേറെ വഴിയില്ലല്ലോ. നമ്മളോട് ഇതൊക്കെ വൃത്തിയാക്കണ്ടേ? വേറെ നമുക്ക് ചെയ്ത പണിക്കാരൊന്നും വീട്ടിൽ നമ്മൾ ചെയ്യണം. പിന്നെ പണിക്കാരുടെ ആവശ്യം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പണിയുള്ളൂ. തേങ്ങ നമ്മുടെ സ്വർഗം നമ്മൾ ചെയ്താൽ മതി. വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. കാരണം ശ്രുതി ഇതിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്.
എന്താ തേങ്ങ ശ്രുതിക്ക് ഇതിൻ്റെ പണിയൊക്കെ അറിയാം കൈസ്. ശ്രുതി ഇതിന് മുമ്പ് തെറാപ്പി ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ റിസോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ അല്ലേ? ഹാസ്റ്റലിൽ അതിന് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് കെയറിൽ ചെയ്യുമ്പോൾ ശ്രുതി ഇതൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. എടുത്തിട്ട് നന്നായിട്ട് ഇരിക്കാം. ബെഡ്ഷീറ്റ് ഇങ്ങനെ നന്നായിട്ട് രണ്ട് സൈഡും നോക്കി വിരിച്ച് നോക്കി പഠിച്ചോ, ആവശ്യം വരും. ഇങ്ങനെ വിരിക്കണം. വിരിച്ചിട്ട് ആദ്യം ഈ സൈഡത്തെ സാധനം, ഈ സൈഡത്തെ ബെഡ് ഉണ്ടാവില്ലേ, ഇത് ഉള്ളിലേക്കാക്കാം. എന്നിട്ട് അടിയിൽ നിന്ന് വലിക്കുക. അപ്പൊ ഈ സൈഡ് ഫുള്ളും അകത്താവണം. അതേപോലെ ഈ സൈഡ് പിടിക്കുക, ബെഡ് പതുക്കെ പൊക്കുക. ഇങ്ങനെയാണ് ബെഡ് വിരിക്കേണ്ടത് ഗൈസ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചതുരത്തിന് പിടിക്കുക. അങ്ങനെ ബെഡ് അകത്ത് കയറി കഴിഞ്ഞു. ബെഡ് അകത്ത് കയറി, അല്ല പുതപ്പകത്ത് കയറി കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഈ ഷീറ്റ് മടക്കി സെറ്റാക്കി വെക്കണം. മുകളിൽ നിന്നും താഴെ നിന്നും വലിക്കുക ഒരേപോലെ. ഒരുപോലെ വലിച്ച് ഒന്നും കൂടി മടക്കാം. എന്നിട്ട് വീണ്ടും മടക്കണ്ടേ? വീണ്ടും മടക്കണം അല്ലേ? എന്നിട്ട് ഈ സൈഡ് ഉള്ളിലേക്ക് അങ്ങ് കയറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ബെഡൊക്കെ സെറ്റാക്കി വെക്കണത്. 5 സ്റ്റാർ ഹോട്ടലിലായാലും ഹോസ്പിറ്റലിലായാലും ഇങ്ങനെ ചെയ്യണത് അല്ലേ തേങ്ങ? എന്നിട്ട് ഈ സൈഡും ബെഡ് കയറ്റി വെക്കാം. ബെഡ് സെറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. മണിയറ ഇങ്ങനെയാണ്. നടു നിർത്തി, ഞാൻ നടു നിർത്തിട്ടെ ഗൈസ്. അങ്ങനെ രണ്ടുപേരും നടു നിർത്തി കഴിഞ്ഞു. ആദ്യക്കാട്ടി നടുവേന എനിക്കാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ പണി ചെയ്ത ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. രാവിലെ ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ സാധനമൊക്കെ അങ്ങോട്ടും എടുത്തൊക്കെ ചെയ്തോ? 2 ബോക്സ് എടുത്ത് വെച്ചത്. തുണിയൊക്കെ എടുത്ത് വിരിച്ചതാ? തുണി എടുത്ത് സാധനം അടുക്കി വെച്ചത്. എന്തടുക്കി വെച്ച്? ആ ഷെൽഫില് സാധനമൊക്കെ എടുത്ത് അടുക്കി. ചുമ്മാ ഗൈസ്, ആ ഷെൽഫൊക്കെ ഞാൻ എടുത്തു തേങ്ങ. താങ്ക് യു. ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ട് എന്നാലും കൂടുതൽ പണി ഞാനല്ലേ ചെയ്ത്. ആയിക്കോട്ടെ. ഇന്നലെ ഈ വീട് തേച്ചൊരിച്ച് കഴുകി. എന്ത് ചെയ്തെന്ന് വെള്ളം എടുത്തോണ്ട് തന്നു 2 കപ്പ്. ഈ വെള്ളം മല ഇറങ്ങി ആരെടുത്തോണ്ട് കൊണ്ടുതരും? ഓ, അത് വെച്ചിരുന്ന സാധനമാണ്. അത് ലിസ്റ്റിൽ വെള്ളമൊക്കെ ഞാനാ കൊണ്ടുവെക്കുന്ന കേസൂടെ. ഈ പാത്രങ്ങളും സമയം ഏകദേശം എത്രയും കൊണ്ട് സമയം 12:58. കത്ത് 12 മണിക്ക് മുമ്പ് തന്നെ നമ്മളെ തൊഴിലുറപ്പുകാർ പണി നിർത്തി മോണി പോയി അങ്ങനെ തേങ്ങ. അവർ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റ് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു റെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ട് ഇനി ചെയ്യൂല. ഇന്നിനി അവർക്ക് പണിയില്ല. പക്ഷെ അവർക്ക് ചെയ്യൂല. പക്ഷെ ഇന്നലെ അങ്ങനെ ആയിരുന്നല്ലോ, ചെയ്യാതെ പോയതല്ല. ആ ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോഴും തൊഴിലുറപ്പൊക്കെ ശ്രുതി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ദിവസം ഒരാൾക്ക് 300 രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അതിന് ഒരാൾക്ക് ഒരു ദിവസം 800 രൂപയാണ് ശമ്പളം. പക്ഷെ ഇവർ ചെയ്യുന്ന പണി നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് 800 രൂപ പണിയുണ്ടെന്ന് സംശയമാണ്. കാരണം ആ പാടെ കുറച്ച് തരില്ലേ തേങ്ങ. ഒരു തെങ്ങിന് തടം കൊടുക്കാൻ വേണ്ടി 5 പേര്. അവർ 5 പേരും കൂടി ചെന്ന് ഒരു തെങ്ങിന് തടം കൊടുക്കും. അത് രാവിലെ വൈകിട്ട് വരെ എടുത്തുകൊണ്ടിരിക്കില്ല. കുറച്ച് നേരം ചെയ്തിട്ട് അവർ പോയി റെസ്റ്റ് ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ഈ സമയത്ത് 12 മണിക്ക് പോയിക്കും. പിന്നെ വരുന്നത് വൈകിട്ടൊരു 3 മണി കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല. അതിനോട് വെറുതെ 5 മണിയായിട്ട് വീട്ടിൽ പോകും. അങ്ങനെ തൊഴിലുറപ്പ് വെച്ച് നടക്കുന്നത് അല്ലേ? പാത്രം കയറ്റിരിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പാത്രം കേട്ടോ മീൻ നോക്കി കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ശ്രുതി പാത്രം കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ, വലിയ പണിയാവും. ശ്രുതി അങ്ങനെ മീൻ നാക്കാൻ തുടങ്ങി. ഇനി മീൻ നാക്കിയിട്ട് വേണം എന്തെങ്കിലും വെച്ച് സെറ്റാക്കാൻ തേങ്ങ. മീൻ നാക്കി തരട്ടെ. നമുക്ക് നെത്തോലിയും ചാളയും ഉണ്ട്.
അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ സമയം എടുക്കും തരും. നല്ല വിശപ്പ് എടുക്കും. എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ചാളം വറക്കാനുള്ളതല്ലേ, ചാള വറക്കാനും നെത്തോലി കറി വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മൾ നെത്തോലി ചിലപ്പോൾ റെസിപ്പി ചെയ്യുന്നതായിരിക്കും, റെസിപ്പി വ്ളോഗ് ചെയ്യാം പറ്റിയാൽ. ഇല്ല തേങ്ങ ഇപ്പോൾ നിന്നിട്ട് കുക്ക് ചെയ്യണം, എല്ലാ സാധനം ഒതുക്കിയിട്ട് ചെയ്യണം. അപ്പോൾ റെസിപ്പി വ്ളോഗ് ചെയ്യാം നെത്തോലിയുടെ. ശ്രുതിയുടെ അടിപൊളി റെസിപ്പിയാണ് നെത്തോലിയുടെ, നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ശ്രുതി മീൻ താഴെ കൊണ്ട് നന്നാക്കി വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ തേങ്ങ പൊടിച്ച് സെറ്റാക്കി. ഇവിടെ തേങ്ങ പോയി ഉണ്ടായിരുന്നില്ല. ഞാൻ തേങ്ങ പൊടിച്ച് സെറ്റാക്കുന്നത്. ശ്രുതി വന്നിട്ട് ഇനി കറി വെക്കാനുള്ള പ്ലാൻ ചെയ്യും. ഇന്ന് ശ്രുതിയുടെ കുക്കിംഗ് വേറെ ലെവലിലായിരിക്കും. നിന്ന് കുക്ക് ചെയ്യാം. ഇരുന്നുള്ള കുക്കിംഗ് ഒഴിവാക്കേണ്ട സമയം, സന്തോഷമുള്ള ഒരു സമാധാനമുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഇല്ല തേങ്ങ ഇരുന്നുള്ള കുക്കിംഗ് ഒഴിവാൻ്റെ സന്തോഷത്തിലാണ് അല്ലേ? ഒരുപാട് സന്തോഷമാണ്. ശ്രുതി മീൻ നന്നാക്കി. ശ്രുതി നടുവൊക്കെ പൊടിഞ്ഞിരിക്കുകയാണ്. എനിക്കും വയ്യ. ഒരു മൂവൊക്കെ വാങ്ങി പുരട്ടണം. അല്ലേ തേങ്ങ? മൂവില്ലല്ലോ. മൂവില്ലല്ലോ. മൂവുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു അഴുക്ക മൂവുണ്ട്. ആശ്വാസം. ശ്രുതി മീൻ നന്നായി കഴിഞ്ഞാൽ അപ്പം ഞാൻ പോയിട്ട് ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് പോയി. വെള്ളമില്ല കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളം കൊണ്ടിട്ട് പോയിട്ട് ഞാനപ്പോൾ വെള്ളം എടുത്തോണ്ട് ശ്രുതി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കും. അല്ല തേങ്ങ കുക്കിംഗ് തുടങ്ങുമ്പോൾ എല്ലാ സാധനം റെഡിയാക്കി വെക്കും. കാരണം കുക്കിംഗ് ബ്ലോഗ് എടുക്കാണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ബ്ലോഗ് എടുക്കേണ്ടതൊക്കെ. അപ്പോൾ ശ്രുതി നമുക്ക് എല്ലാം നന്നാക്കി വെക്കട്ടെ. പാർജതേ വരുന്ന ചെരുപ്പ് ഒട്ടിച്ച ചെരുപ്പ് വിട്ടാണ് വരണത്. താങ്ക് യു സോ മച്ച്. വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് പാവം തളർന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ആ സമയങ്ങൾ ഞാൻ ഇവിടെ അരിഞ്ഞു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം കൊണ്ട് ചെരുപ്പൊട്ടി പോയി. പശ വെച്ചിട്ടുണ്ട്. ശ്രുതി ഇപ്പോൾ മീൻ കറിക്കുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുക്കള അങ്ങനെ മൂന്ന് ശ്രുതി നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇരുന്നുള്ള കുക്കിംഗ് നിർത്തി. അപ്പോൾ എന്താ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ശ്രുതിക്ക് നമുക്ക് ഇതാ കിട്ടിയിരിക്കുന്നത്. ശ്രുതി വെച്ചിട്ട് ഞാൻ റെസിപ്പി ബ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അതിൻ്റെ ഈ ടേബിൾ ഇട്ട് ശരണ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അല്ല തേങ്ങ ഒരുപാട് സർപ്രൈസ് ആയി പോയില്ലേ, പിന്നെ ഒരുപാട് ഹെൽപ്പ് ആയി പോയി. അത് ശരിയാവില്ല. നമുക്ക് വല്ല പലകി എന്തെങ്കിലും എടുത്ത് വെച്ച് നോക്കാം അല്ലേ തേങ്ങ? എന്തെങ്കിലും എടുത്ത് അതിൻ്റെ അടിയിൽ വെക്കും. ഇത് പൊള്ളി പോയിക്കാൻ പണിയാവും. നമുക്ക് നോക്കാം. അതിനുവേണ്ടി പറ്റിയൊരു പലക കൊണ്ട് ഒപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെക്കാം. അത് നമുക്ക് പൊള്ളി പോകില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ആ പലക എന്താണ്? ആ ഇരിക്കണ പലക അതെടുത്ത് വെച്ച് കൊടുക്ക്. അല്ല എത്താത്ത ഭാഗത്ത് ചൂട് അല്ല, കുറച്ച് ഭാഗത്ത് ചൂടുകളായിരിക്കുമല്ലേ? തടിയാണ് അത് അങ്ങ് എത്താത്ത സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആ സ്പേസും കൂടി പോയിട്ട് ചൂട് കരിയും. ഇല്ലെങ്കിലേ കരി പിടിക്കുന്നു. ആയിക്കോട്ടെ, എന്തെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. കുക്കിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയുടെ എൻ്റെ ഫോൺ ഒരുപാട് ഹീറ്റായി പോയി. അവസാനം ശ്രുതി അത് തണുപ്പിക്കാൻ വേണ്ടി ഫോൺ നനഞ്ഞ തുണിയിൽ തുടച്ച് ചൂട് മാറ്റാണ്. ഒരുപാട് ഹീറ്റായി പോയതുകൊണ്ട് ക്യാമറ വർക്കാത്തതുകൊണ്ട് കുക്കിംഗ് റെസിപ്പി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുപ്പ് ഓഫാക്കിയിട്ട് ശ്രുതി ഫോൺ തണുപ്പിച്ചു. അടുപ്പ് ഓഫ് ചെയ്തല്ലേ പിന്നെന്താണ്? ചട്ടിയുടെ ചൂടൊക്കെ അലുമിനിയം ചട്ടിയല്ലേ ഇവിടെ പോകും. ഞാൻ ഇളക്കി കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പം നീയല്ലോ ഓഫ് ചെയ്തൊന്ന്. എന്ത് കലിപ്പോട്ടണേ കാരണം ഫോൺ ചൂടാൻ ഞാൻ ചെയ്യാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ചൂടാവും. അതിൻ്റെ കുഴപ്പമൊന്നുമല്ല. അത് വില കുറഞ്ഞ ഫോണാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റി പിന്നെ പഴയ ഫോൺ എത്ര വർഷം പഴക്കമുള്ള ഫോണെന്ന് പറയും ഗൈസ്. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ ചൂട് കൂടും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ഫോൺ വാങ്ങിച്ചാൽ എനിക്ക് ആരുമില്ല. ശ്രുതി വീണ്ടും കുക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. കുക്കിംഗ് റെസിപ്പി എന്തായാലും ബ്ലോഗ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിക്കാതെ യൂട്യൂബിൽ. അപ്പോൾ ഗൈസ് മീനൊക്കെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മീൻ തിളച്ചാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. എന്തായാലും മീൻ കറി ഇവിടെ നിന്നാവട്ടെ. പക്ഷെ മീൻ വറക്കാൻ എണ്ണയില്ല, വേറെ പ്രശ്നം. മീൻ കറിക്കാനും എണ്ണ കഴിഞ്ഞിട്ടില്ല. ഉള്ള എണ്ണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറക്കൽ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. ശ്രുതി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. ശ്രുതി പോയി കിടന്ന് റെസ്റ്റ് ചെയ്യാണ്. ആളുടെ നല്ലതായിട്ട് നടുവേനുണ്ട്. എനിക്ക് നല്ല നടുവേനുണ്ട്. ഞാനും പോയി കുറച്ച് കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഉറപ്പാട് നടുവേനിച്ച് ഉറപ്പാട് ചാവും. പിന്നെ നാളെ ഒന്ന് രാവിലെ എണീക്കപ്പെടുത്ത അവസ്ഥയിൽ പോകും. നാളെ രാവിലെ പണിയുള്ള നമുക്ക്. അതുകൊണ്ട് നമുക്ക് പോയി കുറച്ച് ഞാനും പോയി കിടക്കട്ടെ. ശ്രുതിക്ക് കിടക്കാൻ പറ്റില്ല. അതുമ്പോഴേക്കും ഇങ്ങനെ കുക്കർ വിസിലടിച്ച് ചോറായി. അതുപോലെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് ചോറിനെടുത്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഊറ്റണം. ശ്രുതി ആ സമയത്ത് കറിക്കുള്ള ബാക്കിയുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതൊക്കെ നടപടിയാവട്ടെ. പിന്നെ മീൻ വറക്കാണ്ട് അപ്പുറത്ത് അതൊക്കെ വറക്കട്ടെ. ഇത്രയും മീൻ നമുക്ക് വറക്കാണ്ട്. എണ്ണയില്ല, എണ്ണ തീർന്ന് ചട്ടി പഠിച്ചുള്ള അവസ്ഥയാണ് നോക്കട്ടെ. അപ്പോൾ ശ്രുതി എൻ്റെ തലയിൽ താരം ഇച്ചിരി കൂടുണ്ട്. അപ്പോൾ അതൊക്കെ എണ്ണ തേച്ച് ചീവി വൃത്തിയാക്കി എടുക്കും.
എടുക്കുകയാണ്. അതിൻ്റെ വേദന ഉണ്ടെങ്കിലും സഹിച്ചിരിക്കുക ഞാൻ. ശ്രുതി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് അലക്കി കുളിക്കണം. എനിക്ക് നിന്റെ തല ചെയ്യുമ്പോ ഓഫനേജ് എന്താണ് പിള്ളേർക്ക് നോക്കി കൊടുക്കണത്. അപ്പോൾ ഇത് തീർത്തോളം നമുക്ക് വേണ്ട അലക്കി കുളിക്കാൻ. അതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മളിത് കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോകും. അതിന് ശേഷം മണിക്ക് നമ്മൾ പിന്നെ ഇങ്ങോട്ട് കടയിൽ പോയിട്ട് എണ്ണയൊക്കെ മാറ്റുന്നു, ഫുഡൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിയുമ്പോൾ രാത്രിയാവും, അത് ഉറപ്പാണ് അല്ലേ. നമ്മൾ എണ്ണയൊക്കെ മാറ്റി ഈവനിങ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് രാത്രി ലേറ്റ് ആവും. അപ്പോഴായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാം. ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ താഴത്തിൽ നോക്കുന്നു സൂര്യക്കിരി കച്ചിപ്പത്തിന് മുറിക്കല്ലേ, കുരുവൊക്കെ ചീവി പൊട്ടിച്ച് മുറിക്കണം ശ്രുതി. ഇനി ചെയ്യുമ്പോൾ അവിടെ സ്റ്റക്കായിക്കാൻ അവിടെ നിർത്തിയേക്കാം. ഇപ്പം എല്ലാം പൊടിച്ചെടുത്ത് അടിക്കാന് ഓൾറെഡി ബ്ലഡൊക്കെ വന്നത് വേറെ കാര്യം. ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതി ഇങ്ങനെയൊക്കെയാണ് എന്നെ ഉപദ്രവിക്കുന്നത് കേസ്. ഓ പിന്നെ എന്റെ താരം ശ്രുതി കൂടി വരുന്നുണ്ടോ പേടിയാണ് ശ്രുതി ചെയ്തിരുന്നത്, അത് വേറെ കാര്യം. കൂടുതൽ വെച്ചിട്ടൊക്കെ എന്നെ കളയാൻ എന്റെ താരം കളയാൻ ശ്രമിക്കുന്നത്, അതാണ് എന്റെ സത്യം ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ തേങ്ങ. അപ്പോൾ ഇന്നത്തെ ഡെയിലി അടുത്തവരോട് നമ്മൾ അലക്കി കുടിക്കാൻ വേണ്ടി പോകണം. ശ്രുതി ഓൾറെഡി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, ഞാൻ ശ്രുതിയുടെ ബാക്കിൽ പോകണം. ശ്രുതി ആദ്യമേ പോയിട്ട് കുറേ നേരമായി അവിടെ മോളിൽ തൊഴിലുറപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പോകാം, എന്നാൽ താഴെ പോയിട്ട് വേണം കുളിച്ചിട്ട് വരാൻ. ഇന്ന് അലക്കുന്നില്ല പറഞ്ഞ പോലെ, കാരണം രണ്ടുപേർക്കും തീരെ വയ്യ. ഇനി കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റണം. നമുക്ക് താഴെ പരുത്തിക്കുഴി പോയിട്ട് വെളിച്ചെണ്ണയൊക്കെ വേണ്ടതുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട്. കാരണം കുക്കിങ് പകുതിക്ക് നിന്നിരിക്കുകയാണ്. കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പണി വളരെ അവസ്ഥ മാറും. അതുകൊണ്ടായിട്ട് പോകണം. നമ്മൾ പോയിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആവശ്യമായ ബാക്കി ഓൾറെഡി ചെയ്യാം. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. ശ്രുതി എന്തായാലും അലക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുളിച്ചിട്ട് വരാം. കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് കുക്കിങ്ങും ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും കുളിക്കട്ടെ. അപ്പോൾ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇന്നത്തെ ദിവസം നമുക്ക് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ഓൾറെഡി എടുത്ത് നിറച്ച് ഇനി ക്യാനിൽ മാത്രം എടുക്കാനുള്ളത്. ശ്രുതി എടുത്തോളം കുടിച്ചിട്ട് ശ്രുതി ഓൾറെഡി കുളിച്ചു തുടങ്ങി. ഞാൻ കാവൽ വെക്കട്ടെ, അതിൽ വന്നാൽ പണി വാളും. ഇവിടെയൊക്കെ നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചെരുപ്പാണെങ്കിൽ പോയിട്ട് കാല് ഊരിപ്പോന്നു. ചെരുപ്പ് കൂട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി പോയി. ഈ ചെരുപ്പ് എന്തായാലും പറഞ്ഞാൽ പുതിയത് വാങ്ങണം. നാളെ പോയി വാങ്ങാനുള്ള പ്ലാനിലൊക്കെ ഇരിക്കുന്നു. നോക്കട്ടെ, നമുക്ക് നാളെ ചെരുപ്പ് കിട്ടുമെന്ന് വാങ്ങാം. ശ്രുതി കുടിച്ചെടുക്കട്ടെ ആകുമ്പോഴേക്കും നമുക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ. ഇവിടെ ക്ലൈമറ്റ് ഉണ്ടോ ഗൈസ്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി ക്ലൈമറ്റ് അല്ലേ? ഇതോത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി പോവാം, കുടിച്ചിട്ട് ഓടാനായിട്ട് മുകളിലേക്ക്. പാർജര കുളിയും കഴിഞ്ഞു, നമ്മൾ പോവുകയാണ് ഗൈസ്. പോയി പോട്ടെ, എനിക്ക് വിശന്നിട്ട് വയറ് കുളു 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 കുളു. മീൻകറി ആയില്ല, അപ്പോൾ കഴിക്കാമല്ലോ. കടയിൽ പിന്നെ പൊട്ടിക്കാമല്ലോ, എണ്ണമായിട്ട് പൊട്ടിക്കാം. ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാനും തേങ്ങ പതുക്കെ മല കയറി പോവാണ്. ആദ്യമായിട്ടാണ് കുളിച്ചിട്ട് വെള്ളം ഒന്നും ഇല്ലാതെ കൈവീശി പോകുന്നത് തേങ്ങ. അല്ലെങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും കയറി പിടിക്കാനായിട്ട്. നടുവാണെങ്കിൽ ചത്ത്, അത് പറയുന്നത് ഞാൻ. പക്ഷെ ആ ചത്ത് നടുവ് വെച്ചിട്ടാണ് നേരത്തെ വന്ന് ഒരു വലിയ ബക്കറ്റ് വെള്ളം എടുത്ത് വന്നത്. ഉപകാരപ്പെട്ടു. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ലാത്തത്. അല്ലെങ്കിൽ വെള്ളം എടുക്കേണ്ട അവസ്ഥ വന്നേനെ. നമുക്ക് പതുക്കെ മല കയറി പോവാം. ഭക്ഷണം വെച്ചിട്ട് നമുക്ക് ഈവനിങ് വാക്കിന് പോകാനായിട്ട്. പോണേക്ക് നമുക്ക് എണ്ണ വേണ്ടി വേണം നമുക്ക് കറിക്ക് കടുകൂട്ടിക്കാനായിട്ട്. അത് കുഴപ്പമില്ല, ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമല്ലോ. മീനിൻ്റെ സ്ഥിതിക്ക് മീൻ കറി ആയല്ലോ. കടു പൊട്ടിച്ചില്ല അങ്ങോട്ട് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്തായാലും. അതാണ് നമ്മുടെ അന്നത്തെ പ്ലാൻ. അത് നമുക്ക് പതുക്കെ പോവാം. ഫ്രണ്ട് നടപ്പുണ്ട്. എനിക്ക് പതുക്കെ നടക്കാനുള്ള ചെരുപ്പ് പൊട്ടിപ്പോയിട്ട് ബുദ്ധിമുട്ടാണ്. അത് വേറൊരു കാര്യം. നമുക്കൊന്നും പതുക്കെ പോവാം ഗൈസ്. നീ കെട്ടിയ കോലമാണോ നന്നായിട്ടില്ലേ? നടക്ക്. സുധി എനിക്ക് മുണ്ട് കെട്ടിയ കോലം ഗൈസ്. നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ട് എനിക്ക് 18+ കോപ്പിറൈറ്റ് അടിക്കും. ആ അവസ്ഥ. സെക്സി ലേഡി മുണ്ടട്ടി തന്നാണ്. താഴത്തെല്ലാം കാണാം. എന്നിട്ട് ഞാൻ കെട്ടാൻ കിടന്നപ്പോഴേക്കും നീ കെട്ടി ശരിയാവും, ഞാൻ കെട്ടി കൊണ്ടിട്ട് കെട്ടാൻ നോക്കിയതാണ്. താഴത്തേക്കപ്പോഴും തൊടാൻ ഫുള്ളും മുക്കാവും കാണാം എല്ലാം. ഞാനാണ് ഇന്നറൊന്നും ഇട്ടിട്ടില്ല കുടിച്ചതിന് ശേഷം. ഇന്നറൊക്കെ ഇടാനിട്ട് ഇപ്പം എവിടെയാണ്. അവിടെയാണ് തൊഴിലുറപ്പ് അമ്മച്ചിമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ട് വേണം അവൻ മുണ്ടോക്കി കാണിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ, അല്ലേ തേങ്ങ. പിന്നെ അത് വലിയ വയറലും നാട്ടുകാരെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കും.
വലിയ പ്രശ്നമൊക്കെ ആവും അങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചോ. എടുത്തിട്ട് അടിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും പ്രശ്നമാവുമല്ലോ, അത് നമുക്കൊരു ചീത്തപ്പേരാവും. ഇപ്പം എന്നെ ശ്രുതി എന്നെ ചീത്തപ്പേര് ഓടിക്കാൻ ആക്കിയാന്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കാം. ഫസ്റ്റ് ഫുഡ് കഴിക്കലാണ് ഫസ്റ്റ് റെഡി, അതിനുള്ള ബാക്കി എന്ത് റെഡി. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം. വിശപ്പ് ഭക്ഷണം ഫുഡ് മറ്റേ പച്ചക്കുതിരി പറഞ്ഞ പോലെ ഫുഡ് അതാണ് അവസ്ഥ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് ഫൈനലി ഗൈസ് നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചു. അമ്മയെന്നല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേബിളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെ. നമുക്ക് ടേബിളില്ല, തറയിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഗ്രഹം. അതാണ് ദുരാഗ്രഹം എന്നല്ല, ആഗ്രഹം. എന്തായാലും നമുക്ക് കഴിക്കാൻ. കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. കഴിക്കാം. അപ്പൊ ഫൈനലി നമ്മൾ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കറി? എൻ്റെ കറിയുടെ റെസിപ്പി നമുക്ക് ബ്ലോഗ് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി കറി. ഒന്നെങ്കിൽ ഈ വീഡിയോക്ക് മുന്നേട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് ശേഷമായിട്ട് റെസിപ്പിയുടെ വീഡിയോ ഇടാം. നിങ്ങൾക്ക് കണ്ട് ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം. നിങ്ങളെ ചോറ് മീൻ കറിയും കണ്ട പൊളിയല്ലേ? കുറേ നാളുകൾക്ക് ശേഷം കിച്ചുമോൻ വന്നിരിക്കുന്നു. കിച്ചുമോൻ കിച്ചുമോനി ഒരു ക്ലോഷ പുഞ്ചിരി തരൂടാ കിച്ചു. എന്ത് കിച്ചുമോനെ, എന്തുവാടാ നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? നിന്റെ അമ്മ പറഞ്ഞ ഇങ്ങോട്ട് വരരുതെന്ന്. കിച്ചുമോനെ, നിന്റെ അമ്മ പറഞ്ഞ ഇങ്ങോട്ട് വരണ്ടെന്ന്. ആണോ? ആഹാ, ചെവി എന്നാലും ബാക്കിലോട്ടാണല്ലോടാ. കിച്ചു ബാ, നിനക്ക് ഫുഡ് തരാം. കുറേ നാളെ ശേഷം കിച്ചു വന്നപ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവൻ എന്തായാലും ഫാസ്റ്റ് ഫുഡ് നല്ല വിശപ്പുണ്ട് പാവം. അവൻ ഭയങ്കര ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്. അവൻ നല്ല വിശപ്പുണ്ട് പാവം. അപ്പോൾ കിച്ചു നല്ല ഫുഡ് കഴിക്കട്ടെ. ശ്രുതി അവനൊന്ന് റീലെടുക്കാണ്. അവൻ കുറേ നാളെ ശേഷം നമുക്ക് ഫുഡ് കൊടുക്കണം. അവന് അവൻ കഴിക്കട്ടെ. അപ്പോൾ കിച്ചണിൽ ഫുഡ് കഴിക്കണം. നമുക്ക് നടക്കാം. ഈവനിങ് വാക്കിന് പോകാൻ. വരാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്റെ കാലൊക്കെ എടുത്ത് പൊക്കുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര. നമ്മള് ഈവനിങ് വാക്കിന് പോവാണ്. കിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞ് കിച്ചു ചിലപ്പം കുറച്ച് ദൂരം നമ്മളെ കൂടെ വരും, ചിലപ്പം കയറി പോകും. ഇപ്പം വഴിയൊക്കെ ശരിയാക്കി മുകളിൽ ആൾക്കാരുള്ളതുകൊണ്ട് ഓടും. നമ്മൾ എന്തായാലും നടക്കാൻ വേണ്ടി പോവേ. ഞാനും എൻ്റെ തലമുടിയിൽ എണ്ണയൊക്കെ തേച്ച് എല്ലാം കുളിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി പോയിട്ട് വരാം. ഓരോരുത്തരായിട്ട് ഷീറ്റൊക്കെ അടിച്ച് പോകുന്നു. അപ്പോൾ ഷീറ്റ് കൊണ്ട് പോകണേ ഭയങ്കര ഐഡിയ ആണ് കേട്ടോ. ആ ക്യാന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഷീറ്റ് വെച്ചോണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് അതടിക്കും. ഇവിടെ നിന്ന് പിന്നെ എനിക്ക് നടന്നതെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വണ്ടിയിലൊക്കെ വന്നതാണ്. എന്തായാലും പോവാം. ആർജയുടെ പാലത്തിൻ്റെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, പാർട്ടി ചെയ്തത്. അപ്പം പോയിട്ട് വരാം. അതുകൊണ്ട് അവിടെ കൊടിയൊക്കെ പൊങ്ങിയിരിക്കുന്ന ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളിത് നടന്ന് ഇവിടം വരെ എത്തി പോയിട്ട് വരാം. അപ്പം നമ്മൾ നടന്ന് പോവുകയാണ് ഗൈസ്. വേനൽക്കാലമൊക്കെ ആയിട്ട് എല്ലായിടത്തും വെള്ളമൊക്കെ വറ്റി, കുളത്തിലൊക്കെ വെള്ളം വറ്റി. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും നമുക്കിന്ന് ഫോണ് പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അത്രയ്ക്ക് നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും മീൻ വറുക്കാൻ എണ്ണ ഉണ്ടായില്ല. അപ്പോൾ എണ്ണയൊക്കെ വാങ്ങണം. കടയിൽ പറ്റാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. ആർജ കളിച്ച് ഇതോ വരുന്നേ ഉള്ളൂ. അപ്പം കഴിച്ച് ചേച്ചിയുടെ അടുത്തൊന്നും ഇങ്ങനെ ഓയിലൊക്കെ മേടിക്കണം. ചേച്ചി ഇവിടെ ഉടായ്പ ചേച്ചി, പെട്ടെന്ന് പണിയെടുക്കും നിങ്ങൾ വരും. അപ്പോൾ ഇവിടെ പാർട്ടിപരമായിട്ടുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും പോയിട്ട് ഐ വോണ്ട് സ്നാക്സ്. അപ്പം ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ വാക്കിങ് കഴിഞ്ഞ് തിരിച്ച് നടക്കുകയാണ്. ഇതുവഴി തന്നെ നടക്കുകയാണ്. ആദ്യമേ പോണു. തളർന്നു കഴിച്ച് നമ്മൾ നടന്ന് ഇവിടെ എത്തി. അവിടെ ചേച്ചി ഷീറ്റൊക്കെ അടിച്ച് ഉണക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കണം.
നമ്മൾ അധികം നടന്നില്ല, പെട്ടെന്ന് തിരിച്ചു വന്നു. കാരണം രണ്ടുപേർക്ക് ഊരവേദനയാണ്. അത് കാരണമാണ്. കഴിഞ്ഞ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അങ്ങനെ ചേട്ടൻ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഷ്യനിലാണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെ എടുത്തു കൊടുക്കുന്ന ചേട്ടൻ ഷീറ്റ് അടിക്കണം, ഉണക്കയണം, പരിപാടി ഇഷ്ടപ്പെടുന്നു. ആദ്യം വായും പൊളിച്ചൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ എന്തായാലും പണി നടക്കട്ടെ. ചേച്ചി വിരിച്ചു കഴിഞ്ഞിട്ട് ചേച്ചി ദേ വരുന്നുണ്ട്. എവിടെ 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 അതാ വരുന്നു ചേച്ചി. അപ്പോൾ ശ്രുതി ചായ ഇടുകയാണ്. എന്നുവെച്ചാൽ മെയിനായിട്ട് നമ്മുടെ മുതലാളി വരികയാണ് വീട്ടിലേക്ക്. നമ്മളെ റബ്ബർ തോട്ടത്തിൽ പണിയെടുപ്പിക്കുന്ന മറ്റേ ചേട്ടനല്ലേ, നമുക്ക് പണിയുന്ന ചേട്ടന് ചേച്ചി വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കട്ട കാപ്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനോട് ശ്രുതി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കട്ടെ. ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കാനുള്ള സൗകര്യമുള്ളത്. ഒരു തേങ്ങ നേരത്തെ ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നേരത്തെ വിളിക്കാൻ മടിയും പേടിയൊക്കെ ആയിരുന്നു. കാരണം വന്നിരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ നമ്മൾ കസേരയൊക്കെ കാലിയൊക്കെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കട്ടൻ ചായ ആയി. നല്ല ക്ഷീണമുണ്ട് ഉണ്ടാകും. അപ്പോൾ വരട്ടെ. നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു ഗസ്റ്റായിട്ട് വരാനുണ്ട് അല്ലേ തേങ്ങ. അപ്പം നമ്മളത് നല്ലൊരു അവരെ സൽക്കരിക്കണമല്ലോ. അപ്പോൾ കട്ടൻ ചായയൊക്കെ വെച്ച് കുറച്ച് പൊക്കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഒരു 4 പരിപ്പോടെയൊക്കെ വാങ്ങിട്ട് വന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാനുള്ള പ്ലാനിലിരിക്കുന്നു. അവർക്ക് അവർ വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ. ഇത് വന്നായിരിക്കാൻ വേണ്ടി 2 പേർക്ക് കസേര സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എണ്ണക്കടി വെച്ചിട്ടുണ്ട്, പരിപ്പൊടിയും പൊക്കോടയും വെച്ചിട്ടുണ്ട്. അത് വരട്ടെ. അപ്പോൾ ഞങ്ങൾ ഞാൻ കട്ടിലിരുന്നോളും, ശ്രുതിയും കട്ടിലിരിക്കുകയും ചെയ്തോളും, കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിരിക്കാനുള്ള സൗകര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ കസേര വെച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വരട്ടെ. ശരിക്കും അവരെ സമ്മതിക്കണം. കാരണം വെളുപ്പാങ്കാലത്ത് രാത്രി 12 മണിക്ക് 1 മണിക്ക് അവർ റബ്ബർ വെട്ടണത്. വെട്ടിക്കഴിഞ്ഞിട്ട് ഉറക്കം വെച്ച് രാവിലെ ഞങ്ങൾ റബ്ബർ പാൽ എടുത്ത് കൊടുക്കും. പക്ഷേ എങ്കിലും അവർ രാവിലെ ഉറക്കം വെച്ചിട്ട് പോയിട്ട് ഈ സമയത്ത് ഒന്ന് റബ്ബർ വീണ്ടും ഷീറ്റ് അടിച്ചിട്ട് പോയിട്ട് അല്ലേ, ഷീറ്റ് അടിച്ച് ഉണക്കാനിട്ട് പോയിട്ട് വീണ്ടും രാത്രി 12 മണിക്ക് ഒന്ന് റബ്ബർ വെട്ടും. അപ്പോൾ നമുക്ക് നാളെ രാവിലെ അങ്ങനെ പണി ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ പണി ഉണ്ടാകാൻ പോകുന്നത്. എങ്കിൽ അവർ നല്ല അടിപൊളി 2 ആളുകളാണ്. ഇതിനു മുമ്പ് നമ്മൾ റബ്ബർ തോട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ വെച്ചിരുന്നൊരു ആൾ നമ്മളെ പറ്റിച്ച് 300 തരാണ്ട് അല്ലേ. ഇവരങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹമുള്ളവരാണ്. നമ്മുടെ അടുത്ത് നല്ല കാര്യമാണ് നമ്മളെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും വരവെടുക്കാൻ വേണ്ടിയിട്ട്. വരാൻ പാട്ടുണ്ട് അവർക്ക് പോകാൻ തോന്നി കൈകാര്യമായിട്ട്. ശ്രുതി ചന്ദ്രത്തിൽ എത്തിക്കണം. ശരിക്കും നമുക്ക് വീടിനകത്തുള്ള സ്മെൽസ് നമുക്ക് ഫീൽ ആയില്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാവില്ല ശ്രുതി. അതുകൊണ്ട് ശ്രുതി കത്തിക്കാൻ വേണ്ടി ചന്ദ്രത്തിൽ എത്തിക്കുകയാണ്. നമ്മുടെ വീട്ടിനകത്ത് എന്താ സ്മെല്ല് നമുക്ക് അറിഞ്ഞിട്ടില്ല. ബാഡ് സ്മെല്ലാവാൻ ചാൻസ്. നമ്മുടെ വായുടെ സ്മെല്ല് അതേ സ്മെല്ല് അവസ്ഥയാണ്. ഒരു പ്രാവശ്യം നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, ഒന്നും തോന്നരുത് നിൽക്കുന്നുണ്ടാക്കാൻ ഭയങ്കര വായ നേട്ടമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ വീട്ടിൽ നാട്ടിൽ ആരും പറയാൻ പാടില്ല. നമ്മുടെ ചന്ദ്രത്തിൽ എത്തിച്ച് വെക്കാമല്ലോ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ശ്രുതിയെ ചന്ദ്രത്തിൽ എത്തിച്ച് പുകച്ച കിടപ്പാണ്. എല്ലായിടത്തേക്കും പുക എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തിച്ച് ഫുള്ളും കനലാക്കണ്ട, കത്തിച്ച് വെച്ചാൽ ജസ്റ്റ് എടുത്തിട്ടാൻ കൊതിയെത്തിക്കുമ്പോൾ ചന്ദ്രനെ എത്തിച്ച് എല്ലായിടത്തേക്കും പുകച്ച് നടക്കുകയാണ്. പെട്ടിച്ച് നീക്കിയൊക്കെ പെട്ടിടുമ്പോൾ അതിൻ്റെ പുകപ്പ് ചാമ്പലാവും. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അടുക്കളയും മെതിച്ചിട്ടുണ്ട്. അടുക്കളയും കാണിച്ചിട്ടുണ്ട്. വിളക്കത്തിൽ നിന്ന് നിർത്തലാക്കി ചടങ്ങ് പരിപാടിയാണ്. മാത്രമല്ല ശ്രുതിക്ക് നിർത്തിയത് നേരിട്ട് വിളക്കത്തിച്ചതിന് ശേഷം അത് വാങ്ങിച്ചെന്ന ആളുടെ ഇതുണ്ടാവില്ലേ ഗൈസ്. വിളക്കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചെന്ന ഒരാളുടെ ഫോട്ടോയും രൂപവും വിളക്കൊക്കെ വാങ്ങിച്ചെന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് വന്നാൽ നമുക്ക് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിർത്തിച്ചാണ് അവിടെ ശ്രുതിയത്ത് വിളക്കത്തിൽ നിർത്താൻ വേണ്ട ശ്രുതി നിർത്തിയത്. കാരണം നെഗറ്റീവായിട്ട് ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ നല്ലതാണെന്ന് ചോദിച്ചാലും മോശമാണ്. അപ്പം കൈസ് അവർ വന്ന് ചായ കുടിച്ചിട്ട് പോയി. ഇനി നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുക്കാൻ വേണ്ടി പോകാൻ. കാരണം നമ്മുടെ വീട്ടിൽ സന്തോഷത്തിലായിരുന്നു. അതെ അതെ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പിന്നെ എടുക്കാം. പോയിട്ട് വെള്ളം എടുക്കാം. അതെ അതെ, വേണ്ട. അപ്പം വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് ഗൈസ്. 4 മുറി കുപ്പി വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്.
പോകാം. ഫൈനലി നമ്മൾ മീനൊക്കെ വറുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിട്ട് വേണം ചോറ് കഴിക്കാൻ വേണ്ടി. ആർജത്തെ ഇവിടെ ഫോണിൽ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ട്. അതെ അതെ. ആ അപ്പം ഞാൻ മീനൊക്കെ വറക്കട്ടെ. നമ്മൾ കിടക്കാനുള്ളതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മീനൊന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ കഴിക്കാനുള്ള ചോറും മീൻ വറുത്തതും കറിയൊക്കെ എടുത്ത് വെച്ച് ആർജയ്ക്ക് പിന്നെ കഴിക്കാൻ വിളിക്കുമ്പോഴാണ് മൂഡിലത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കാണുമ്പോഴാണ് എനിക്ക് കലി വരണം. എൻ്റെ മീൻ വറുത്തത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് കേസ്. ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഫൈനലി നമ്മൾ മീൻ കറിയൊക്കെ ഒഴിച്ച് ആർജ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കൈസ്. ആർജ അങ്ങനെ ആദ്യമായിട്ട് തിന്ന പാത്രമൊക്കെ കഴുകിക്കൊണ്ട് പോണോക്ക് കലിപ്പ്. ഞാൻ വെള്ളം അടച്ചു വെക്കും. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. എന്താ അഹങ്കാരം വെച്ചിട്ടാണ്. എന്തൊരു ജാടത്തെ ഇണ്ടിയാണെന്ന്. ആജേ നിനക്ക് എന്നെ കൂടെ തീരെ പിടിക്കുന്നില്ല അല്ലേ? വോ എന്താ എന്റെ സ്വഭാവം ശരിയാണത്. ഞാൻ അങ്ങനെ അത്യാവശ്യം കുയിന്നും കുഞ്ഞായ്മയൊക്കെ ഉള്ള ആളാ. അസൂയയും കുശുമ്പ് ലേശം ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്റെ കെട്ടിയൻ. ഒരു പട്ടീനെ പൂച്ചേനെ സ്നേഹിക്കണം, അപ്പൊ അറിയാം. എല്ലാവരും വിചാരമുണ്ട് ക്യാമറയുടെ പിന്നാമ്പാകത്ത് ഈ വെള്ളം എടുത്തോണ്ട് ഞാൻ ചെറുത്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കാൻ ആർക്കും പറ്റുമോ? അതില്ല. ആ സമയത്ത് ശ്രുതിക്ക് മൊബൈലിൽ റീൽസുകൾ ചിരിച്ചുകൊണ്ടിരിക്കണം, വേറെ വന്ന് റീൽസുകൾ അയക്കണം. എന്തിന് വേറെ നമ്മുടെ റീൽസിൽ വരുന്ന കമന്റ്സുകൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി വീഡിയോസ് കമന്റ്സ് ചെയ്യാറില്ല. ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യും. അവർക്ക് ആ സമയത്ത് വേറെ റീൽസിൽ ചിരിച്ചോണ്ട് ചിരിക്കാനറിയാം. പിന്നെ ഇവിടെ എല്ലാ പണിയും ഇവിടെ എല്ലാത്തും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ ബേബി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്, വെള്ളം എടുത്ത് തരാറുണ്ട്, തേങ്ങ പൊളിച്ചു തരാറുണ്ട്. ചിരണ്ടാറില്ല കേട്ടോ. ഞാൻ കുത്തിപ്പൂളാണ് ചേരാ എപ്പോഴും. നൈസിന് എന്റെ അപ്പനെ വിളിച്ചു ഗൈസ്. പിന്നെ തേങ്ങ അരക്കാണെങ്കിൽ മാത്രം ചെണ്ടല്ല കുത്തിപ്പൂട് എടുക്കാറുള്ളത്. പക്ഷെ പുട്ടിന് ഉണ്ടാക്കുമ്പോ പുട്ടുണ്ടാക്കിട്ട് 6 മാസമായി. ഇല്ല ഇല്ല അതെങ്ങനെയാവും? ഇത് ഏതാ മാസം? ജാനുവരി. കഴിഞ്ഞ മാസം ഡിസംബറിൽ പുട്ട് എത്ര പ്രാവശ്യം ഉണ്ടാക്കി? 3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് പുട്ട്? ഗോതമ്പ് പുട്ടും പിന്നെ അരിപ്പുട്ടും ഉണ്ടാക്കിയത്. മറന്നു കോമിയിലായിരുന്നു താങ്കൾ. സോറി, എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ളതല്ല. വാ, താങ്ക് യു സോ മച്ച്. ഫൈനലി ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി നേരെ കിടന്നുറങ്ങാൻ. രാവിലെ 6 മണിക്ക് എടുക്കാനുള്ളത്. പല്ല് കഴിക്കാനുള്ളത് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മോശം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ഫ്രം ആജ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർജ താമസിച്ചാ വന്നത്. ഞാൻ ഇരുട്ടിയ ടൈമിനാണ് ഞാൻ പോയി പാലെടുക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ മനസ്സിലാക്കാൻ പണിക്ക് പോകുന്നുണ്ട്. അതെ, നമ്മുടെ പണിയാണ്. ഇതൊരു ജോലിയാണ്. വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് പോയി 11 മണി വരെ പാലെടുത്ത് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വൃത്തിയായി ഈ വീട്ടിൽ എത്താൻ 12 മണി കഴിയും. പിന്നെ എപ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. അപ്പൊ ഇതൊക്കെ ഓരോ ജോലിയാണ് ഗൈസ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ പറയരുത് മറ്റുള്ളവർ ഈ ദണ്ടച്ചോറ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഡയലോഗ് നമ്മളോട് പറയാൻ നിൽക്കരുത്. കാരണം നമ്മൾ ജോലി സുഖിച്ച് ജീവിക്കുന്നത് ഇതൊരു സുഖമുള്ള ജീവിതമല്ല. നിങ്ങൾ ഈ ജീവിതം ജീവിച്ചു നോക്കണം. നമ്മൾ ഹാപ്പിനെസ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഒരു കഴിവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിലും സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതിലാണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പൊ എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.